ഹലോ ഗൈസ്, എൻ്റെ KTM പണിയുന്ന ഫേവറേറ്റ് മെക്കാനിക്കിനെ കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. സംഭവം ഞാൻ ട്രിവാൻഡ്രം കഴക്കൂടത്താണ് നിൽക്കുന്നെങ്കിലും വണ്ടിക്ക് സർവീസോ അല്ലെങ്കിൽ ചെറിയൊരു പണി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് 60 കിലോമീറ്റർ അപ്പുറമുള്ള കൊട്ടാരക്കര ഷോറൂമിലേക്കാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അഭിലാഷ് എന്ന് പറയുന്ന ഈ ഒറ്റ മെക്കാനിക്ക് കാരണമാണ്. ആൻഡ് ഓഫ് കോഴ്സ് കൊട്ടാരക്കര KTM ഷോറൂം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ഒരു ഷോറൂമാണ്. വണ്ടിക്ക് സർവീസും അല്ലെങ്കിൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഷോറൂമിൽ വിളിച്ച് തിരക്കുന്നതിന് മുന്നേ ഈ പുള്ളിക്കാരൻ ഞാൻ വരാൻ ഉദ്ദേശിക്കുന്ന ദിവസം അവിടെ ഉണ്ടോന്നാണ് ഞാൻ ആദ്യം വിളിച്ച് തിരക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഷോറൂമിലോട്ടുള്ള പോക്ക് ഞാൻ ഫിക്സ് ചെയ്തുള്ളൂ. പക്ഷേ ഈ പുള്ളിക്കാരനായിട്ട് ഞാൻ അങ്ങോട്ട് കമ്പനി ആവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെയായിട്ട് എനിക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. എൻ്റെ ഇരിക്കുന്ന RC3 എനിക്ക് കണക്ട് ചെയ്തിരുന്നത് നമ്മുടെ ഇസഡ്മിനാക്കിൻ്റെ കൂട്ടുകാരനായ ജോമി എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി എടുത്തതിന് ശേഷം നേരെ കൊട്ടാരക്കര ഷോറൂം എത്തിയപ്പോഴത്തേന് ഷോറൂം അടയ്ക്കാറായ ഒരു ടൈം ആയിരുന്നു. വണ്ടിയുടെ മൈനർ ചെക്കപ്പിന് ശേഷം നമ്മുടെ മെക്കാനിക് ചേട്ടൻ എൻ്റെ സീറ്റ് പിടിച്ച് ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് വണ്ടി എടുത്തുന്ന ജോമി എന്ന് പറഞ്ഞ ചേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, എടാ നിൻ്റെ വണ്ടിയുടെ സീറ്റിൻ്റെ ക്ലിപ്പിംഗ് പൊട്ടിയിട്ടുണ്ട്, പക്ഷേ അത് നീ ഇപ്പം പറയാൻ നിൽക്കേണ്ട, അത് നിനക്ക് പിന്നെ മനസ്സിലാവും എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു. അന്ന് എനിക്ക് ആ വാക്കുകൾ അത്ര പിടിയിട്ടില്ലെങ്കിൽ പിന്നെ ഓരോ സർവീസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ജോമി എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. കാരണം നമ്മൾ അഭിലാഷ് എന്ന് പറഞ്ഞ മെക്കാനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി പണിയുന്ന ഒരാളാണ്. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നോക്കും. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് നല്ല രീതിയിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഈ പുള്ളി. പിന്നെ സീറ്റ് പൊട്ടിയത് ഒരിക്കലും പുള്ളിയുടെ ബലം കൊണ്ട് മാത്രമല്ല, സീറ്റ് ഓൾറെഡി നല്ല പഴയ സീറ്റാണ്. എന്തുകൊണ്ടും അന്ന് ആ സീറ്റിൻ്റെ ക്ലിപ്പ് പൊട്ടിയത് പറയാതിരുന്നത് എനിക്ക് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റി, നല്ലൊരു മെക്കാനിക്കിനെ എനിക്ക് കിട്ടി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് 10,700 രൂപ പെട്രോൾ അടിച്ച് ഞാൻ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്നത്. വണ്ടിക്ക് പലതവണ ഇഷ്യൂസ് വന്നപ്പോഴും എനിക്ക് വാട്സപ്പിലാണെങ്കിൽ അല്ലാതെല്ലാം കോൺടാക്ട് ചെയ്തിരുന്നത് എന്താണ് ഇഷ്യൂസ് എന്നത് നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കുക എന്നുള്ളതെല്ലാം പക്കയായിട്ട് പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മെക്കാനിക്കാണെങ്കിൽ. എൻ്റെ പല കൂട്ടുകാരും വണ്ടി പണിയാൻ നല്ലൊരു ഷോറൂം അല്ലെങ്കിൽ നല്ലൊരു മെക്കാനിക്ക് കിട്ടാതെ പാടുപെടുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്യൂസേ വന്നിട്ടില്ല. ആൻഡ് ഐ ഹോപ്പ് എവരി വൺ ക്യാൻ ഫൈൻഡ് ദെയർ ഫേവറേറ്റ് മെക്കാനിക്.